കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നലെ വളരെ മനോഹരമായ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു നല്ല സന്ദേശം ഇന്നലെ നമ്മൾ കേട്ടു. കർത്താവിന്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സഭായോഗത്തിൽ പ്രസംഗിച്ച വചനമാണ് നമ്മൾ കേട്ടത്. ഇന്ന് അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിൻ്റെ അടുക്കൽ അനേകർ വന്നു. ഒരാളോട് പോലും കർത്താവ് അവരുടെ ജാതി ചോദിച്ചില്ല, അവരുടെ മതം ചോദിച്ചില്ല, അവരുടെ രോഗത്തിൻ്റെ വലിപ്പം ചോദിച്ചില്ല, അവർ കഴിഞ്ഞ നാളുകളിൽ ചെയ്തതായ പാപത്തെക്കുറിച്ചൊന്നും കർത്താവ് ചോദിച്ചില്ല. ഒരിക്കൽ ഒരു കുരുടനോട് കർത്താവ് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് സൗഖ്യമാകും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അവനെ ആ നിമിഷം തന്നെ തൊട്ട് സൗഖ്യമാക്കി. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമാകുവാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം. യേശു എന്നെ സൗഖ്യമാക്കും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ അവസ്ഥകൾ മാറും. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു ശിക്ഷാവിധി ഇല്ല. നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ശിക്ഷിക്കുന്ന കർത്താവല്ല, മറിച്ച് നമ്മെ വിടുവിക്കുന്ന കർത്താവാണ്. ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു ഉറപ്പുണ്ടാകണം. എനിക്ക് നന്മ വരും, എൻ്റെ കുടുംബത്തിൽ നന്മ വരും, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരും എന്നുള്ളതായ ആ ധൈര്യം, ആ വലിയ പ്രത്യാശ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരട്ടെ. അപ്പോൾ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കിന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലും ചെയ്യേണ്ട ഒരു ജീവിതമാണ്. അത് സ്വന്തം കഴിവിലോ സ്വന്തം ശക്തിയിലോ സ്വന്തം അറിവിലോ ചെയ്യേണ്ടതല്ല. ക്രിസ്തീയ ജീവിതം മാത്രമല്ല, ക്രിസ്തീയ ശുശ്രൂഷയും സ്വന്തം അറിവിലോ സ്വന്തം പഠിത്തത്തിലോ സ്വന്തം ശക്തിയിലോ ചെയ്യേണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ ചെയ്യേണ്ടതാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. അത്ഭുത ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവിനെ ദൈവം ദാനമായി കൊടുത്തത് ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമാണ്. പഴയ നിയമകാലങ്ങളിൽ ചില പ്രത്യേക ദൗത്യം ചെയ്യുവാനായി പരിശുദ്ധാത്മാവ് അവരുടെ അടുക്കൽ വരികയും പോവുകയും ചെയ്തു. ഗിദെയോന്റെ മേൽ, യിഫ്താഹിന്റെ മേൽ ഒക്കെ പരിശുദ്ധാത്മാവ് അതാത് സമയങ്ങളിൽ വന്നു ചില വെളിപ്പെടുത്തലുകൾ നൽകുവാൻ ചിലരിൽ പ്രവർത്തിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക്, എൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എൻ്റെ മക്കൾക്ക്, എൻ്റെ കൺമണികളായ നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ തരുന്നത് ഇരട്ടി പങ്ക് ഏലിയാവിന് കൊടുത്തത് എലീശയ്ക്ക് കൊടുത്ത പോലല്ല, അളവ് കൂടാതെ തരും. ദാസന്മാർക്ക് അളന്നു കൊടുത്തു, മക്കൾക്ക് ഞാൻ എങ്ങനെ തരും? അളവ് കൂടാതെ തരും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവർക്ക് വല്ലപ്പോഴും ചില കാര്യങ്ങളിൽ മാത്രം തന്നു, എന്നാൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി തരും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ കൂടെയുള്ളതും എന്നാൽ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നതുമാണ് പരിശുദ്ധാത്മാവിനെ. അത് നമുക്ക് സംഭവിക്കരുത്. നമ്മുടെ കൂടെ നമ്മൾ പലപ്പോഴും കിടന്ന് പ്രയാസപ്പെടുന്ന പല കാര്യങ്ങളും പരിശുദ്ധാത്മാവിനെ തിരിച്ചറിഞ്ഞ് ആ പരിശുദ്ധാത്മാവിന് അവസരം കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ കിടന്ന് ഭാരപ്പെടുന്നത്. കർത്താവായ യേശു തന്നെ തൻ്റെ കാൽവറി മരണത്തിന് മുമ്പായി
താൻ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് വരും. താൻ പോയെങ്കിലേ, അഥവാ താൻ യാഗമായെങ്കിലേ, തൻ്റെ രക്തം മറുവിലയായി കൊടുത്തെങ്കിലേ ആര് വരികയുള്ളൂ? പരിശുദ്ധാത്മാവ് വരികയുള്ളൂ. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് അവരുടെ സഹായത്തിനായി വന്നെങ്കിലും അവരിൽ അധിവസിച്ചില്ല. കാരണം പാപിയായ മനുഷ്യനിൽ ഒരിക്കലും പരിശുദ്ധാത്മാവിന് അധിവസിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മളിലും പാപമില്ലേ? ഉണ്ട്. പക്ഷേ പാപത്തിന് വേറൊരാൾ പരിഹാരം വരുത്തി. പഴയ നിയമത്തിലെ യാഗങ്ങളൊന്നും പാപപരിഹാരം വരുത്തിയില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം മനുഷ്യൻ്റെ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം വരുത്തി. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വരുവാൻ പാകമായി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളുടെ ഗുണം കൊണ്ടും ഒന്നുമല്ല, പഴയ നിയമ വിശ്വാസികളെക്കാൾ നമ്മൾ ശ്രേഷ്ഠരായ കൊണ്ടല്ല, നമ്മളവരെക്കാൾ ഒത്തിരി നന്മ ചെയ്തുകൊണ്ടല്ല. ഇതിനാണ് കൃപ എന്ന് പറയുന്നത്. അവർക്ക് ലഭിക്കാഞ്ഞതൊന്നും നമുക്ക് ലഭിച്ചു. അതാണ് ഏത്? ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ മനുഷ്യരൂപത്തിൽ ഇവിടെ ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു. ആ യേശുവിൻ്റെ വരവിനെ കുറിച്ച് തീത്തോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അതാണ് യേശു ക്രിസ്തു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു എന്ന് യോഹന്നാൻ 1 പറയുന്നു. യോഹന്നാൻ 1 ഇങ്ങനെ പറയുന്നു: ന്യായപ്രമാണം മോശ മുഖേന ലഭിച്ചു, കൃപ യേശു മുഖേന വന്നു. ന്യായപ്രമാണം ലഭിച്ചെങ്കിൽ കൃപ വരികയായിരുന്നു. കൃപ ഒരു വ്യക്തിയാണ്. ദൈവത്തിന് മാനവജാതിയോടുള്ള സ്നേഹം, കനിവ്, തെറ്റ് പറ്റിയവനോടും അവൻ്റെ തെറ്റിനെ ശിക്ഷിക്കുകയല്ല, അവൻ്റെ തെറ്റിൻ്റെ ശിക്ഷ താൻ ഏറ്റെടുത്തിട്ട് തൻ്റെ നന്മകളെല്ലാം അവന് തിരികെ കൊടുക്കുന്ന ദൈവകൃപ ഉദിച്ചു യേശു ക്രിസ്തുവിൽ. ആ കൃപയുടെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൃപയുള്ളത് കൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കൃപയുടെ ആത്മാവ് എന്ന് പറഞ്ഞവർക്ക് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട് നിങ്ങളുടെ കഴിവ് കൊണ്ട് ലഭിക്കുന്ന ആത്മാവല്ല, ഇത് കൃപയുടെ ആത്മാവാണ്. ഇത് കൃപയുടെ ആത്മാവാണ്. ആ ആത്മാവിനെ കൊടുക്കുമ്പോൾ ആ ആത്മാവ് നമുക്ക് വലിയൊരു സഹായകനായിരിക്കും എന്ന് ആര് പറഞ്ഞു? യേശു മുന്നമേ പറഞ്ഞു തൻ്റെ ക്രൂശീകരണത്തിന് മുമ്പേ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 14-16 മുതൽ 18 വരെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ലോകക്കാർക്ക് അവനെ ലഭിക്കത്തില്ല. അടുത്ത വാക്യം, അവനെ. എല്ലാവരും പറഞ്ഞ അവനെ. ഇതൊരു വ്യക്തിയാണ്. അടുത്ത വാക്യം, നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും. അവൻ എന്ത് ചെയ്യും? നിങ്ങളോടുകൂടെ എപ്പോഴും വസിക്കും. അടുത്ത വാക്യം, വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. 18-ാം വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ, അതാണ് ഇന്നത്തെ സന്ദേശം. യേശു പറഞ്ഞ വാക്കാണ്. വേറെ ആര് പറഞ്ഞ വാക്കിനും നമുക്ക് സംശയം ഉദിക്കാം. യേശു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞിരിക്കുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുക ഇല്ല. അങ്ങനെയാണ് ഇനി ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് എനിക്ക് ആരുമില്ലെന്നൊരു വാക്ക് വരരുത്. ഉറക്കെ പറഞ്ഞാട്ടെ, ഞാൻ അനാഥനല്ല. ഏറ്റവും ശക്തൻ എൻ്റെ കൂടെയുണ്ട്. ഏറ്റവും ശക്തൻ എൻ്റെ ഉള്ളിലുണ്ട്. ഞാനൊരു പരാജിതനല്ല. ഞാൻ ഒരിക്കലും പരാജയപ്പെടത്തുമില്ല. കാരണം പരാജയം അനുവദിക്കാത്തൊരു സഹായകൻ എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അടുത്ത വാക്യം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരുന്നെന്ന. പരിശുദ്ധാത്മാവിലൂടെ ആരാ നമ്മളിൽ വന്നിരിക്കുന്നത്? ക്രിസ്തുവാണ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. ഇനി തൻ്റെ ക്രൂശീകരണത്തോട് പറയാം, എന്നെ കാണത്തില്ല, ഞാൻ പോകും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാൻ ഞാൻ ആര് വരില്ല? കാര്യസ്ഥൻ വരികയില്ല. ഇതേ കാര്യം ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ, ആംപ്ലിഫൈഡ് ബൈബിളിൽ ഒന്ന് വായിക്കാം. John chapter 14 verse 16 to 18. And I will ask the Father and he will give you another comforter. കാര്യസ്ഥൻ എന്നുള്ളിടത്ത് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? കംഫർട്ടർ. എന്ന് പറഞ്ഞ് കംഫർട്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്വാസപ്രദൻ. യേശു ക്രിസ്തു തന്നെ ആശ്വാസപ്രദൻ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം, ഞാൻ ആശ്വാസം തരുന്നവനാ.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ഐ വിൽ കംഫർട്ട് യു, ഐ വിൽ ഗിവ് യു റെസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ കംഫർട്ടർ ആരാണ്? യേശു. പക്ഷെ ഞാൻ പോവാണ്, സ്തോത്രം, എന്നാൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ, സദാസമയം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ. ഒന്ന് പറഞ്ഞേ, എനിക്ക് എപ്പോഴും ആശ്വാസമായിരിക്കുന്നു. ഒന്ന് ഉറക്കെ വിളിച്ചു പറയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഐ വിൽ ഗിവ് യു അനദർ കംഫർട്ടർ വിച്ച് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ വിടും. ആ കംഫർട്ടർ എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ ആ വാക്കിന്, പരിശുദ്ധാത്മാവിന് അവിടെ എഴുതിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന പദം കാര്യസ്ഥൻ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത, കംഫർട്ടർ എന്ന് കിങ് ജെയിംസ് വേർഷനിൽ തർജ്ജമ ചെയ്ത അതേ പദത്തിൻ്റെ വിവിധ അർത്ഥങ്ങൾ, ആംപ്ലിഫൈഡ് ബൈബിളിൻ്റെ പ്രത്യേകത ഏതാണ്? വിവിധ അർത്ഥങ്ങൾ ബ്രാക്കറ്റിലുണ്ട്. കൗൺസലർ, എല്ലാവരും പറഞ്ഞ കൗൺസിലർ. കൗൺസിലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലോചന തരുന്നവൻ. ഒന്ന് പറയാമോ? ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, കണ്ടവരുടെയൊക്കെ ആലോചനയ്ക്ക് പോകരുത്, നല്ല ഒരു ആലോചനക്കാരൻ കൂടെ ഉണ്ട്. ഹെൽപ്പർ, ഓർക്കെ പറഞ്ഞേ. അത് ഈ വാക്കിൻ്റെ ഒരു പ്രധാന അർത്ഥമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? ഒന്ന് രണ്ട് പേർ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യല്ലേ. അതായിരിക്കും ഇന്നത്തെ സന്ദേശം. സ്തോത്രം. സഹായിക്കാൻ ഒരാളുള്ളപ്പോൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടാതെ, അതാണ് ഇന്നത്തെ സന്ദേശം. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞേ, സഹായിക്കാൻ ഒരാളുള്ളപ്പോൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ എയർപോർട്ടിലോ ബസ് സ്റ്റാൻഡിലൊക്കെ ചെയ്യുമ്പോൾ മേ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ഡെസ്ക് കാണാം. അവിടെ ഒരാളിരിപ്പുണ്ട്, എന്തോ സഹായം വേണേലും ചെയ്തു തരാം. നമ്മൾ എവിടെയാണ് ഫ്ലൈറ്റ് വരുന്നത് വെച്ചാൽ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഹെൽപ്പ് ഡെസ്കിൽ ചെന്നാൽ മതി, ആൾ സഹായിക്കുന്നുണ്ട്, അവിടെയാണ് വേണേൽ കൂട്ടിക്കൊണ്ടാവും. അങ്ങനെ ഒരാൾ നമുക്ക് വേണ്ടി ഉണ്ട്. ആളെ ഇന്ന് പകൽ സഭയ്ക്ക് ഒരു പ്രാവശ്യം കൂടെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയാം, നിങ്ങളെയും എന്നെയും കർത്താവ് അനാഥരായി വിട്ടിട്ടില്ല, പരാജയപ്പെടത്തില്ല, തകരത്തില്ല. ഏത് പ്രതിസന്ധിയിലും അത്ഭുതകരമായി നടത്തുന്ന, അടയാളങ്ങൾ ചെയ്ത് നടത്തുന്ന ഒരു നല്ല കർത്താവ് കൂടെയുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരുമില്ലെന്നോ? സ്തോത്രം. ആരുമെനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമെനിക്കില്ലെന്നോ, ഞാൻ ഏകനായി തീർന്നുവെന്നോ. മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എനിക്ക് ആരുമില്ലെന്ന് പറയുമ്പോൾ ഞാൻ ആരായി? അന്ധനായി. ഈ പരിശുദ്ധാത്മാവിനെ കാണാത്ത ഒരന്ധൻ മാത്രമേ പറയത്തുള്ളൂ എനിക്കാരുമില്ലെന്ന്. വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടകൊള്ളുവ. വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടകൊള്ളുവ. രക്ഷകൻ കാലുകൾക്കു വേഗമായി പാതയിൽ ഞാൻ മാനിനെ പോലോടി. അണച്ചും കതച്ചും പോയ പലരും ഞാൻ ഈ പറഞ്ഞ കൗൺസിലറെ, ഹെൽപ്പറെ തിരിച്ചറിഞ്ഞാൽ, തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടി. വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടകൊള്ളുക. വൈഷമ്യമുൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പകർച്ച, പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് കർത്താവേ ഞങ്ങളുടെ മേൽ അയക്കണമേ. തീർന്നൻ പാതയിൽ ഞാൻ മേലിൽ നമ്മൾ പറയരുത് ആരും എനിക്ക് ഇല്ല. ഏറ്റവും ബലവാൻ എൻ്റെ കൂടെ. നമുക്ക് ആളില്ലാത്തതല്ല പ്രശ്നം, ഉള്ളയാളെ തിരിച്ചറിയുകയും ആളെന്തൊക്കെ നമ്മളെ സഹായിക്കാൻ തയ്യാറാണോ അത് ഉപയോഗിക്കാതിരിക്കുകയുമാണ്. ഒന്നോർത്ത് നോക്കിയേ, ഒരു 50 നില കെട്ടിടം, അത് ചവിട്ടുപടികൾ കയറണം.
അതാണ് വാസ്തവത്തിൽ ന്യായപ്രമാണവും മതങ്ങളും എല്ലാം പറയുന്നത്, നീ ചവിട്ടി കയറിക്കോളാണ്. എന്നാൽ യേശു ചെയ്തത് എന്താണെന്നറിയോ? ഇപ്പറേ ഒരു ലിഫ്റ്റ് സ്ഥാപിച്ചു തന്നു. ലിഫ്റ്റ് വന്നാലും നിങ്ങൾ കഷ്ടപ്പെട്ടേ കയറുവോളെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടകൊള്ളുവാൻ, വൈഷമ്യമുൾ ഏതു കുന്നും കരകേറി നടകൊള്ളുവാൻ, രക്ഷകനെ കാലുകൾക്കു വേഗമായി. ചില സമയത്ത് എനിക്ക് ചിലരോട് പ്രയാസം വന്നിട്ടുണ്ട്, ചിലരോട് അരിശം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, എടാ ഞാൻ ഇത്രയും വലിയ പ്രസംഗനാണല്ലോ, എന്തൊരു അഴുക്കനാണ്. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ അഴുക്കനാണെങ്കിലും നമ്മുടെ അകത്തൊരു നല്ലവനിരിപ്പും. ആ നല്ലവനെ കൊണ്ട് ജീവിക്കാത്ത കൊണ്ടാണ് നമ്മൾ അഴുക്കാൻ നമുക്ക് തോന്നുന്നത്. നമ്മളെല്ലാം ബലഹീനരാ, നമ്മുടെ അകത്തൊരു ശക്തിയുള്ളവൻ വന്നിട്ടുണ്ട്. നമ്മളെല്ലാം പ്രതിസന്ധികളിൽ പതർന്നവരാ, എന്നാൽ പ്രതിസന്ധികളെ മറികടക്കുന്ന ഒരുവൻ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തിയോടെ ബലപ്പെട്ട് ദൈവത്തിന്റെ പൈതലേ, നിന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. എനിക്കൊരു സഹായകനുണ്ട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആ വേദഭാഗം വായിച്ചു കഴിഞ്ഞില്ല. ഈസ് അവർ ഹെൽപ്പർ, ദെൻ ഈസ് our intercessor. The Amplified Bible is giving the different meanings of comforter. One is counselor, then is my helper, then he is my intercessor. ഓർക്ക പറഞ്ഞേ, intercessor. എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക എൻ്റെ പ്രാർത്ഥന അങ്ങോട്ട് ഒത്തില്ല, ശരിക്കും ഒക്കത്തില്ല. പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്ന് രണ്ട് പേരുടെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കാൻ പഠിക്കണം. നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടാതെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടിക്കയറ്റുന്ന പോലൊരു അനുഭവമല്ല. ദൈവത്തിൻ്റെ മക്കളെ ഫിലിപ്പോസിനെ പറപ്പിച്ചുകൊണ്ട് പോയ പോലൊരു അനുഭവമാണ്. ശുശ്രൂഷയിൽ നീ അങ്ങനെ ആകാൻ പോവുക, പ്രസംഗത്തിൽ നീ അങ്ങനെ ആകാൻ പോവുക. എന്തിനാ കുക്ക് ചെയ്യുന്നിടത്തും ഡ്രൈവ് ചെയ്യുന്നിടത്തും നീ അറിയാത്തൊരു ബലം. എന്തിന് ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നിടത്തും കമ്പ്യൂട്ടറിൽ ഇരിക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും വിദ്യാർത്ഥികളോട് ഞാൻ പറയാം, നിങ്ങൾ അറിയാത്തൊരു ബലം, നിങ്ങളെ കൊണ്ട് നടക്കുന്നൊരു ബലം. എത്ര പേരെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽ കർത്താവേ ഞാൻ അനുവദിക്കുന്നു എന്ന് പറയും. Hallelujah. He's our counselor. Then he's our advocate. അടുത്തൊരർത്ഥം, എത്ര അർത്ഥമാണെന്നറിയാം പറഞ്ഞിരിക്കുന്നത്. കംഫർട്ടർ എന്നതിന്, കൗൺസിലർ, ഹെൽപ്പർ, ഇന്റർസെസർ, അഡ്വക്കേറ്റ്. എന്താണ് പറ? എൻ്റെ അഡ്വക്കേറ്റാന്ന് പറ. ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഒത്തിരി വാദിക്കേണ്ടെന്ന് പറഞ്ഞ്. വാദിച്ചിട്ട് വല്ലതും നടന്നോന്ന് ചോദിച്ചേ. പക്ഷെ നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. നിങ്ങൾ വാദിച്ചിട്ട് ഒടുവിൽ ഒത്തില്ല, വാദം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഉപയോഗിക്കാൻ മറ്റേ പോയിന്റ് മറന്നു പോയല്ലോ എന്ന് അവൻ എന്നോട് പറഞ്ഞപ്പോൾ മറ്റേത് പറയേണ്ടത് കാലം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഐ ഹാവ് ആൻ അഡ്വക്കേറ്റ്. പറ, എനിക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്. വിളിച്ചു പറഞ്ഞാട്ട്. പിന്നെ പറയണ സ്ട്രെങ്തനർ, എന്നെ ശക്തീകരിക്കുന്നവൻ. Then it says and stand by. എന്തുവാ സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞ ആരാ? സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞാൽ എനിക്ക് പകരം നിൽക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ടീമിൽ 12 കളിക്കാരുണ്ടെങ്കിൽ 3-4 പേരെ എന്തായിട്ട് നിർത്തിയേക്കും? ഈ കളിക്കുന്ന ആളുടെ കാലം നൊടിഞ്ഞാൽ ആരിറങ്ങും? നമുക്കൊരു സ്റ്റാൻഡ് ബൈ ഉണ്ട്. ഈ ആളെ ഒന്ന് അറിഞ്ഞേ, ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് അറിഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, പ്രൈസ് ദി ലോർഡ്. നല്ല പവർ സ്റ്റിയറിങ് വണ്ടി വന്നപ്പോഴാണ് ഇന്ന് ഈ വലിയ ട്രാൻസ്പോർട്ട് ബസ്സുകളും വലിയ ട്രക്കുകളൊക്കെ കിഴക്കിലോട്ടൊക്കെ പോകുമ്പോൾ എന്നോട് ഡ്രൈവേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അന്നൊക്കെ ബ്രദറെ ഞങ്ങൾ വണ്ടി തിരിക്കുമ്പോൾ ഇപ്പറേ കണ്ടക്ടറൂടെ വരും, അല്ലെങ്കിൽ ലോറിയാണെങ്കിൽ ക്ലീനറൂടെ വരും. വന്നിട്ട് എന്ത് ചെയ്യും? ഒത്തിരി നേരം കൊണ്ടാണ് തിരിച്ചെടുക്കുന്നത്. കാരണം എൻ്റെ ശക്തി കൊണ്ടായിരുന്നു തിരിക്കുന്നത്. ഇപ്പോൾ പവർ അസിസ്റ്റഡ് സ്റ്റിയറിങ് വന്നു. ഒന്ന് രണ്ട് പേരുടെ പറഞ്ഞ ബി പവർ അസിസ്റ്റഡ്.
ഒന്ന് രണ്ട് പേരുടെ പറഞ്ഞ് സ്തോത്രം. ലിഫ്റ്റ് വന്നിട്ടും സ്റ്റെപ്പ് വഴി കയറാൻ തുടങ്ങി. അങ്ങനെ പരിശുദ്ധാത്മാവിനെ സഭ ഉപയോഗിക്കാൻ എല്ലാ ഏരിയയിലും എപ്പോഴും I'll be with you for all time. I'll be with you for all the time. I want to help you. I want to strengthen you. I want to stand by you and stand for you. നിന്റെ കൂടെ നിൽക്കാനും നിനക്ക് പകരം നിൽക്കാനും ഞാൻ തയ്യാറാണ്. Amen. I want to be your advocate. I want to be your comforter. I want to be a counselor. എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയാത്തടത്ത് എന്ത് പറയണം എന്ന ആ നാഴികയിൽ പരിശുദ്ധാത്മാവ് നാവിൽ തരും. നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യാൻ നിർത്തുമ്പോൾ എന്ത് പറയണമെന്ന് ആലോചിക്കണ്ട. നീ പോലും അത്ഭുതപ്പെടുന്ന പോലെ നിന്റെ നാവിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ജീവിതത്തിൻ്റെ ഏത് കാര്യം വരുമ്പോഴും ഒന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നോട് സംസാരിക്കണമേ. എന്ത് ചെയ്യാനാ? പലപ്പോഴും പരിശുദ്ധാത്മാവ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ തട്ടി മാറ്റിയിട്ട് ചാടിക്കയറി നമ്മളങ്ങ് നിൽക്കുക. ഒന്ന് രണ്ട് പേരുടെ ഞാൻ ബ്രദറെ സിസ്റ്ററെ ഒന്ന് മാറിക്കൊടുക്കാവോ എന്ന് ചോദിച്ചു. മാറിക്കൊടുക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളുമായിരിക്കും സീനിൽ. എൻ്റെയും നിങ്ങളുടെ നാവിനെ ഉപയോഗിക്കാൻ പോകുന്നത്, എൻ്റെയും നിങ്ങളുടെയും കൈകളെ ഉപയോഗിക്കാൻ പോകുന്നത്, എൻ്റെയും നിങ്ങളെയും ചുവട്ടടികളെ ഉപയോഗിക്കാൻ പോകുന്നത്. കർത്താവ് നിന്നെ സീനിൽ നിന്ന് മാറ്റത്തില്ല, നിന്നെ തന്നെ സീനിൽ നിർത്തും. കർത്താവ് നിന്നെ ചെങ്കടലിൽ നിന്ന് മാറ്റത്തില്ല, നിന്നെ തന്നെ അവിടെ നിർത്തും. നീ തന്നെ ആയിരിക്കും, നീ ആയിരിക്കും അതിനെ നേരിടുന്നത്, എന്നാൽ നീ അല്ല. ഞാൻ പിതാവിനോട് ചോദിക്കും. ഐ വിൽ ആസ്ക് ദ ഫാദർ. ഞാൻ ചോദിക്കും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകാൻ പോവാ. ഐ എം ഗോയിങ് ടു മൈ ഫാദർ, സോ ഐ വിൽ പ്രേ ടു മൈ ഫാദർ. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും. എൻ്റെ രക്തം കൊണ്ട് നേടിയ മക്കളെ ഇവിടെ അനാഥരായി വിടാൻ ഒക്കത്തില്ല. ഇവര് പ്രതിസന്ധികളുടെ നടുവില. ഞാൻ പിതാവിനോട് ചോദിക്കും. ഐ വിൽ ആസ്ക് ദ ഫാദർ, ഫാദർ, these are my children. I have purchased them with my blood. This is my life. So I will ask the Father, Father, give them a helper. അവയിൽ ഒരെണ്ണം പോലും നശിച്ചു പോകത്തില്ല, അവയിൽ ഒരെണ്ണം പോലും തകർന്നു പോകത്തില്ല, അവയിൽ ഒന്നുപോലും ലജ്ജിച്ചു പോകത്തില്ല. ഞാൻ പിതാവിനോട് ചോദിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, you are so valuable to Jesus. ആമേൻ. തന്റെ രക്തം കൊടുത്ത് വാങ്ങിയ നീ കർത്താവിന് വിലപ്പെട്ടതാ. പൗലോസിനോട് പറയുമ്പോൾ നീ തൊടുന്നത് ആരെയാണെന്നറിയാമോ? എൻ്റെ കണ്ണിന്റെ കൺമണിയാ. ദൈവമക്കളൊന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കണ്ണിലെ കൺമണി. ഒരു 2-3 തവണയൊന്ന് പറഞ്ഞേ. ഈ ആഴ്ചയിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നേരിടുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഇതൊന്ന് പറയാമോ? ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നൊന്ന് പറയാമോ? എൻ്റെ കർത്താവിൻ്റെ കണ്ണിലെ കൺമണിയാ ഞാൻ. വിളിച്ചു പറഞ്ഞോട്ടെ. ആ പ്രതിസന്ധികളുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവപൈതൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കണ്ണിലെ കൺമണിയാ. വിളിച്ചു പറഞ്ഞേ, വായി തുറന്ന് പറഞ്ഞോട്ടെ. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് എൻ്റെ കർത്താവ് വിടത്തില്ല. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ ആ പ്രയാസപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്ന കാര്യമുണ്ടല്ലോ, അത് മുഴുവൻ നീ പോലും അത്ഭുതപ്പെടുന്ന പോലെ ചെയ്യാൻ കർത്താവ് പദ്ധതി ഇട്ടിരിക്കുക. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 18 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഞാനിവിടെ ഇരിക്കുന്നത്. ഇന്ന് ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയിലാണോ ഇന്ന് നിങ്ങളെന്നെ കേൾക്കുന്നത്? ഞങ്ങളുടെ കുഞ്ഞിനെ ഡോക്ടർമാർ കൈവിട്ടതാ, മരുന്ന് കൈവിട്ടതാ. എന്നാൽ തങ്കുബ്രദറും തോമസ് ഊട്ടി ബ്രദറും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ മരുന്ന് പരാജയപ്പെട്ടിടത്ത് കർത്താവ് അത്ഭുതം ചെയ്തു. ഇന്ന് ആരൊക്കെ നിങ്ങളെ കൈവിട്ടിട്ടുണ്ടോ, ഞാൻ നിങ്ങളോട് ഉറപ്പായിട്ടൊരു കാര്യം പറയാം, യേശു നിങ്ങളെ വിടുവിക്കാൻ മതിയായവൻ. നാട്ടുകാർ വീട്ടുകാരോ പറഞ്ഞത് നോക്കാതെ, ഡോക്ടർമാർ പറഞ്ഞത് നോക്കാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ഇന്ന് ഈ നിമിഷം ഒരത്ഭുതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. നിങ്ങളൊരു അത്ഭുതം അനുഭവിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അനേകരെ വിടുവിച്ച സാക്ഷ്യങ്ങൾ ഇന്ന് ഞങ്ങൾ കണ്ടു. എൻ്റെ കർത്താവെ, ഇന്ന് ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകൾക്ക് സൗഖ്യം വരട്ടെ, കാഴ്ചശക്തി മടങ്ങി വരട്ടെ, കണ്ണുകളിലെ ഞരമ്പുകൾ ഇപ്പോൾ തന്നെ ബലം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അന്ധതയുടെ ആത്മാവിനെ ശാസിക്കുകയാണ്. എൻ്റെ കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം തുടരണം. അസ്ഥികൾ സൗഖ്യമാകട്ടെ. പൂർണ്ണമായ വിടുതൽ, എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളിൽ നിന്നും പൂർണ്ണമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ തന്നെ ഇവരുടെ ഭവനത്തിലെ എല്ലാവിധമായ പ്രയാസങ്ങളും മാറി എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഇവരെ തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ ഇപ്പോൾ തന്നെ നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. क्रूस से देखो आते हैं बहते हुए खून की धार। क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति।